കൊന്നു കളഞ്ഞു. ഇഞ്ചായിട്ട് നമ്മൾ മുറിക്കാൻ പോകുന്നു. അപ്പഴേ ഇപ്പൊ റെഡിയാവും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഡാഡി ഗിരിജാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഒരുത്തരം കിട്ടിട്ടില്ലയോ? തല്ലി കൊല്ലാൻ പോവാ. അവനെ കൊന്നതല്ലയോ? കൊലപാതകം ചെയ്തു. ഇഞ്ചായിട്ട് നമ്മൾ മുറിക്കാൻ പോകുന്നു. കൊന്നു കളഞ്ഞു. അപ്പൊ അവന്റെ അടുത്ത് കാണിച്ചു, എന്റെ ബോഡി കാണിച്ചു. അതെ, ഞാൻ പിടിക്കണോ? പറ്റുമോ? ഇതാണവൻ. അതെ, ഇതാണവൻ. 17 കിലോ ഉള്ള എന്താ വളത്തി. ഈ മീനിന്റെ പേര് മീൻ. ഈ മീനിന്റെ പേരെന്താ? ഇതിന് വളത്തി എന്നാ പറയുന്നത്. ഇവിടൊക്കെ ഇനി അങ്ങോട്ടൊക്കെ എന്തോ ഇവിടെ വളത്തി എന്നാ പറയുന്നത്. ആറ്റുമീൻ. ഇത് കാണുന്നവരുടെ സ്ഥലത്ത് എന്തോ പേരെന്ന് അറിയത്തില്ല. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതുവരെ ഈ വളത്തി എന്ന് പറയുന്ന ഈ മീൻ കഴിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും. അപ്പൊ എനിക്കും എൻ്റെ അമ്മമാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ കൊണ്ടുവന്ന മീന. നമുക്കിത് പീസാക്കാം. 17 കിലോ ഉള്ളു. പറ്റും. ഗൈസ്, ഈ കിടക്കുന്നവനെ കണ്ടിട്ട് നമ്മുടെ അമ്മൂസ് ഉടക്കെടുത്ത് ഭയങ്കര കരച്ചില്ല. ഈ മീൻ മൊത്തം എത്ര കിലോ ഉണ്ട്? ഇത് 17 കിലോ ഉണ്ട്. 17 കിലോ. എത്ര ഇതിന്? നമുക്കിത് കിലോ 200 വെച്ചാ കിട്ടി. കിലോ 200. ഇപ്പൊ 17 3400 രൂപ. ഇത് അമ്മമാർക്കും നമുക്കും വറുത്തും കറി വെച്ചും എല്ലാം കഴിക്കാം. സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും വലിയ മീനെ വാങ്ങുന്നത്. മുമ്പ് ഈ മീൻ വാങ്ങിച്ചിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. ഇതിപ്പം വാങ്ങാനുള്ള കാരണം പറയൂ. അമ്പിളിയാ പറഞ്ഞത് ആറ്റുമീൻ വേണം എന്ന് പറഞ്ഞു. ആറ്റുമീൻ അമ്മ ഇതൊന്നും ഉദ്ദേശിച്ചേ? ഇത്രയും വലുതാണോ പ്രതീക്ഷിച്ചേ? അല്ല, ഞാൻ ചെറിയൊരു ആറ്റുമീനാ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ വലിയ ആറ്റുമീനായി പോയി. ഇപ്പൊ ഒരു 1.5 ആറ്റുമീനായി പോയി. അന്നേരം ഞാൻ കുളപ്പുഴയുള്ള വിനോദ് എന്ന് പറയാൻ വേണ്ടി ചേട്ടനുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു, അവിടെ ഈ ഡാം തുറന്നു വിടുമ്പോഴേ പിടിക്കുന്ന മീനായത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ന് അണ്ണൻ വിളിച്ചു രാവിലെ. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നത്. ഓ, ഐ സീ. അതിസാഹസികമായ രീതിയിലാണ് നമ്മുടെ ഷെഫ് രണ്ടുപേരും ഇവിടെ മീൻ കട്ട് ചെയ്യുന്നത്. ഇവിടെ മീൻ വെട്ടുന്നത് നോക്കി നമ്മുടെ പാറു അവിടെ ഇങ്ങനെ നിൽക്കും. അവിടെ നമ്മൾ നേരത്തെ ഒരു കറിവേപ്പ് നട്ടുവെച്ചതായിരുന്നു, പക്ഷെ അത് കിളിച്ചില്ല. ആ കറിവേപ്പ് വളരാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ മുകളിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടപ്പം ആ പച്ചക്കറിയിൽ നിന്ന് വന്ന വേസ്റ്റില് ഈ ഉണ്ടമുളക് കിളിച്ച് വന്നു. ഇപ്പൊ ഇത് ചെടിയായി. കറിവേപ്പില ഇവിടെ ഇല്ല. സൈഡ് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത സൈഡ് നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞത് കേട്ട് ആരും മീനെ ഞങ്ങൾ പിടിച്ചു കൊന്നെന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച മീനാണ് കേട്ടോ. അതിസാഹസികമായ രീതിയിൽ അമ്മ ഇതാ ഞാൻ ഇത്രയും ആ സൈഡ് അത്രയും അമ്മ വെട്ടിയെടുത്തു. ഗൈസ്, ഇത് കഴിക്കുന്നതല്ല പാട്, ഇത് മുറിക്കുന്നതാ പാട്. അതെ, വല്ലാണ്ട് മൂർച്ചയില്ലാത്ത മൂർച്ച. സത്യം പറഞ്ഞത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറെ നേരം എടുക്കും. ഇത് ഞാനായിരുന്നെങ്കിൽ പുഷ്പം പോലെ ഇത് എപ്പോഴും കഴിഞ്ഞു. എന്ത് എന്നെ കുറിച്ച് കരുത്തില്ല ഗൈസ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് അതെ. ഇതാണ് ഞങ്ങളുടെ ശുണ്ടർ കുട്ടപ്പൻ പാറുമോൻ. പാറുവേ ശുണ്ടരിയാണോ? ആ വരുന്നത് നമ്മുടെ സുയിത്തണ്ണാണ്. ആ മിണ്ടാ പ്രാണിയിൽ വരുന്നത് കേട്ടോ. ഷെഫിനെ കണ്ടോ? 2 ഷെഫുമാരെ. ഞങ്ങളുടെ ഷെഫുകള് കുക്കിങ്ങിലാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചാൽ മതി. 3 പേരുണ്ട്. ഒന്നല്ല, ഇതില് ഇതാണ് ആശാൻ. ആശാൻ കൂടെ നോക്കൂ. ആശാൻ. ഇത് 2 പിയകളാണ്. ഞാൻ വന്ന് വീഡിയോ എടുത്തു തരുന്നതാണ്. ഇത് 2 പിയകളാണ് ഈ അടുത്തടുത്തിരിക്കുന്നത്. ഇത് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം ഇതെന്താണ് സംഭവം എന്ന്.
ഇത് കണ്ടിട്ട് സുയിത്തണ്ണ നേരത്തെ മീൻകടയിൽ ഇവിടെ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റുള്ള എന്താ തന്നെ കാളിയൊക്കെ മറ്റേ തലയും പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു കയ്യില് വാളും. അപ്പൊ നമ്മള് മീൻകറി വെക്കാൻ തുടങ്ങുമല്ലേ? അതെ, നമ്മുടെ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മീൻകറി വെക്കും. നമ്മള് നല്ല വെളിച്ചെണ്ണയിലാണ് മീൻകറി വെക്കുന്നത്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും, സവാള ആദ്യം വഴറ്റി എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മളിട്ടു ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് തക്കാളിപ്പഴം ഉണ്ട്. ഇത് ഉണ്ടമുളക, നമ്മളെ വീട്ടിൽ വിളഞ്ഞ ഉണ്ടമുളക, നല്ല മണമാണ്. ഇനി അടുത്ത് എന്തുവാ? ഉണ്ടമുളക്. നമ്മുടെ സ്വന്തം വീട്ടിൽ, നമ്മുടെ സ്വന്തം കൊല്ലനുണ്ടായ ഉണ്ടമുളക്. അതങ്ങ് വീച്ച. നമ്മളങ്ങനെ അരപ്പുകളെല്ലാം ചേർക്കാൻ പോവുകയാണ്. അല്ല, മുളകുപൊടി മാത്രമല്ലല്ലോ അതില്, മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇല്ലേ? മസാല മൊത്തം സെറ്റാക്കി. ഇത് ഞാൻ പറഞ്ഞ പോലാണോ മീൻകറി വെക്കുന്നേ? നീ പറഞ്ഞു തന്നതുപോലെ. നീ എന്താ പറച്ചിലേ ഉള്ളൂ. അത് വേറെ എവിടും പറയണ്ട. നമ്മള് റെസ്റ്റിന്റെ ഭാഗമായിട്ട് പലതരം റെസ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത്. നടുക്ക് ഈ ഷെഫുകളാണോ? ഞങ്ങളെല്ലാം ഷെഫുകൾ. സാറിന്റെ പേരെന്താ? ഗുണ്ട ഷെഫുകൾ. സാറിന്റെ പേരെന്താണ് സാർ? അല്ല, ഒരാള് കമന്റ് ഇട്ടേക്കുന്ന ഗുണ്ട ബിനുവിനെ പോലെ ഉണ്ടെന്ന്. അതാരേ ഗുണ്ട ബിനു? എനിക്കും അറിയത്തില്ല, അയാളോട് തന്നെ ചോദിക്കും. ഈ ഗുണ്ട ബിനു ആരാണ്? അമ്മ ഷെഫിന്റെ പേരെന്താ? ഷെഫ് ഡാഡി ഗിരിജ. ആൻഡ് സാറിന്റെ പേരെന്താ? ഭയങ്കര സംഭവമാണോ? പേരെന്താ? പേര് ഷെഫ്? പേരില്ലാത്ത ഷെഫാണോ? സത്യം പറഞ്ഞ ഇവർക്ക് ആർക്കും മീൻകറി വയ്ക്കാൻ അറിയത്തില്ല. ഞാനാണ് മീൻകറി വയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വെക്കുന്നുണ്ടല്ലോ അല്ലേ? കടുക് വറുക്കാൻ പോവാണോ? അതെ. കടുക് വറുക്കുന്ന എന്തിനാ? കടുക് വറുക്കുന്നത് വെണ്ടയ്ക്ക പച്ചടിക്ക്. ഇന്നിപ്പം അന്നദാനം കൂടെ ഉണ്ടല്ലേ? അന്നദാനം വെജിറ്റേറിയനാ? അല്ല, നോൺ വെജ്. മീൻ വറുത്തതും മീൻ കറി. ഇപ്പൊ പച്ചടി റെഡിയായോ? പച്ചടി റെഡിയായി. റെഡിയായോ? എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ വേവിക്കാനുണ്ട്. എന്തൊക്കെയാ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് മോരുകറി. ഓക്കെ. നാടൻ മോരുകറി. ഇത് പയറുതോരൻ. ഇത് കിച്ചടി. ഇത് പയറുതോരൻ. ഇത് അവിയല്. ഇത് വെണ്ടയ്ക്ക പച്ചടി. മീൻകറി അടപ്പയിരിക്കുന്നു. സാമ്പാർ അടപ്പയിരിക്കുന്നു. അച്ചാർ നെല്ലിക്കാച്ചാറായിരുന്നു. നെല്ലിക്കാച്ചാർ ഉണ്ടാക്കണം. പിന്നെ മീൻ വറക്കാനുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വിട്ടുപോയി. ഏതാ? പപ്പടം. ഓ, പപ്പടം. അത് മറന്നുപോയി. അപ്പൊ പപ്പടവും അതിലോട്ട് റെഡി ആയി കഴിഞ്ഞാ എല്ലാം സെറ്റ്. ഓ, ഇനിയുണ്ടോ? എന്തോ പപ്പടം ഇപ്പൊ റെഡിയാവും. എടുത്ത് പപ്പ ഇപ്പൊ റെഡിയാവുന്നു. പപ്പടം റെഡിയാവും. മാരിയമ്മ, ഇതില് തമിഴില് என்ன சொல்லும்? அப்பளம். தமிழ்ல அப்பளம், நமக்கு பப்படம். ரெண்டு சொல்லுமா? பப்படம்னு சொல்லும். ഓ, ഓക്കെ ഓക്കെ. എന്റെ ഇളക്ക് കണ്ടോ ഗൈസ്? മറ്റുള്ള സിനിമക്കകത്ത് എന്താ അച്ചൂട്ടിനോട് അല്ല, അച്ചൂട്ട് ഉണ്ടാക്കുന്നത് അച്ചൂട്ടിനെ പോലെ തന്നെ നടത്തില്ലയോ? അതുപോലെ ഈ സാമ്പാറിന് എന്താ മീശൻ തടിയുണ്ടോ? അപ്പൊ മീനിടാൻ പോവാന്നോ? ആ, മീനെല്ലാം റെഡിയായി. നമ്മള് മീൻ ഇങ്ങനെ ഇതും കൂടെ മതി അന്നദാനത്തിന്. അതെ. ഒരു ദിവസത്തെ അന്നദാനം സ്പോൺസർ ചെയ്തേക്കുന്ന ജോമോൾ അനിൽ എന്ന് പറയുന്ന മേഡം. മേഡത്തിന്റെ വീട് ചെങ്ങന്നൂര്. അമ്മ തന്നെ പറ. ആ, ചോദിക്കും.
എന്തെങ്കിലും വിശേഷമുണ്ടോ? മേഡത്തിന്റെ അമ്മ ജാനകി ബാസു എന്ന് പറയുന്ന മേഡത്തിന്റെ 13ാമത് ഓർമ്മ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഇന്ന് നമുക്ക് ഒരു ദിവസത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മേഡമൊക്കെ വരുന്നുണ്ട്. മേഡം വരുന്നുണ്ട്. ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചു ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. മേഡം വരും നമ്മളോടൊപ്പം അന്നദാനത്തിൽ പങ്കെടുക്കാനും അമ്മമാരെ കാണാനും ഒക്കെ ഇന്ന് എടുക്കും മേഡം. അപ്പൊ ഇന്ന് നമ്മുടെ അന്നദാനത്തിൽ പങ്കെടുക്കാൻ മേഡവും ഫാമിലിയൊക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് മീൻകറിയും പപ്പടവും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആവത്തില്ലേ? മീൻ പറക്കണം. മേഡത്ത് മീൻ പറിക്കാനുണ്ടല്ലേ? അതെ. ഓക്കെ. നമ്മള് മീൻ പറക്കാനെ കൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ല മസാലയൊക്കെ തേച്ച് മീൻ ഇങ്ങനെ സെറ്റാക്കി വെക്കുക. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഈ അരപ്പൊടി പിടിച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പൊ ഒരു സൂപ്പർ മീൻ വറുത്തതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതെ. ഈ ഉച്ച സമയത്ത് കഞ്ഞി കുടിക്കുന്ന 2 സൈക്കോകളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഗൈസ്, പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിരിക്കത്തില്ല, കുറച്ച് എരപ്പൊക്കെ കാണും, ക്ഷമിക്കണം. നമുക്ക് അങ്ങനെ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ പപ്പടം പൊള്ളിക്കാൻ പോവാണ്. പപ്പടം പൊള്ളിക്കുന്ന മാമിയാണ് പപ്പടം പൊള്ളിക്കുക. മാസ്റ്റർ പൊളിച്ചു മാമി ഇതാ പപ്പടം പൊള്ളിക്കുന്നു. പുറത്ത് അതിശക്തമായ മഴയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നല്ല മഴയാണ്. മണിക്കുട്ടിയെ ഉണ്ണിമോളോ, നമ്മളങ്ങനെ മീൻ വറുത്ത് തുടങ്ങിയല്ലേ? ഇതൊക്കെ അമ്മയുടെ റെസ്റ്റിന്റെ ഭാഗമല്ലേ അമ്മ? ഗൈസ്, എല്ലാരും പറയുന്നോണ്ടൊന്നുമല്ല, ഈ അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നാലേ അമ്മയ്ക്കൊരു മനസ്സിനൊരു സുഖം എടുത്തുള്ളൂ. ഉണ്ട് ഇവിടെ ഭയങ്കര ചൈനീസ് കിച്ചണാണ് തോന്നുന്നു, തീയൊക്കെ വരുന്നു. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കിച്ചണും ഉണ്ട്. നല്ല ഹൈജീൻ ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട്. ഇതിന്റെ മേൽനോട്ടക്കാരനാണോ? മേൽനോട്ടക്കാരനാണോ? താഴെക്കൂടെ നോക്കാറില്ല, നേരെ നോക്കാറില്ല. മേൽനോട്ടക്കാരൻ. ഈ 2 മീൻ വറക്കുന്നതിന്റെ മേൽനോട്ടക്കാരാണ് ഈ നിൽക്കുന്നത്. നമുക്ക് ഇന്നത്തെ മീൻകറി, മീൻ വറുത്തതും, സാമ്പാറും, അവിയലും, തോരനും, മോരും, പച്ചടിയും, കിച്ചടിയും, പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അന്നദാനത്തിന്റെ വീഡിയോ കാണാം. ഗൈസ്, ഇതാണ് നമുക്കിന്ന് ഫുഡ് സ്പോൺസർ ചെയ്ത ജോമോൾ മാഡം. മാഡത്തിന്റെ പിറന്നാളാണ് ഇന്ന് കേട്ടോ. അപ്പൊ എല്ലാരും മാഡത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണേ. മീൻ വറുത്തതാണ് വിളമ്പുന്നേ. അങ്ങനെ നമ്മുടെ ഒരു വശത്ത് അമ്മ മീൻ വറുത്തത് വിളമ്പുന്നു, അടുത്ത വശത്ത് ആശിച്ച് മീൻ കറിയാണ് വിളമ്പുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ടൈമിൽ പാട്ടിടാറുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ പാട്ട് വന്നാൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുത്തേക്കുന്നത്. നോർമലി ഉള്ള ദിവസങ്ങളിൽ അമ്മമാരെല്ലാം ഒരേ കളർ നൈറ്റ് ആയിരിക്കത്തില്ല, പക്ഷെ അന്നദാനമുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാവരും ഒരേ കളർ നൈറ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അമ്മ ഒരു സൈഡിലും സുഹിത്തൻ ഒരു സൈഡിലും ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ ചാച്ചൻ അവിടെ നിന്ന് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ പകർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.